1/4 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം കുക്കർ അടച്ചിട്ട് 4 വിസിൽ വരുമ്പോൾ 5 മിനിറ്റ് നേരം ഒന്നുകൂടെ സിമ്മിലിടണം. പട്ടാണി വേവാൻ നല്ല ടൈം എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ 4 വിസിൽ വന്നതിന് ശേഷം കുറച്ച് ടൈം 5 മിനിറ്റും കൂടെ നമ്മൾ സിമ്മിലിടുന്നത്. ഇപ്പോൾ കുക്കറിൽ 4 വിസിൽ വന്നതിന് ശേഷം കുറച്ച് ടൈമും കൂടെ നമ്മൾ സിമ്മിലിട്ട് കുക്കാക്കി എടുത്തിരിക്കുകയാണ്. തണുത്തതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തു. ഇനി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ സ്കിന്നൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് മസാല ചേർക്കാം. ഞാൻ 1/2 സ്പൂൺ ചോള മസാലയാണ് ചേർക്കുന്നത്. ഉരുളക്കിഴങ്ങിൻ്റെ സ്കിൻ മാറ്റിയ ശേഷം നമ്മൾ കുക്ക് ചെയ്യുവാണെങ്കിൽ ഉരുളക്കിഴങ്ങ് മാറ്റേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ചോള മസാല ചേർത്താൽ മതി.